ജീവിക്കണ്ടേ? ആരും ഇല്ലടി മോനെ, എനിക്ക് ഒറ്റയ്ക്ക് ഓടണ്ട. സൂചിച്ചോണ്ടുണ്ടായിരുന്നു എനിക്ക് ഓടണം. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം. ശരിയാണ്. കാരണം അത് പറഞ്ഞോട് ആൺകുട്ടി ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടി വീട്ടിലേക്ക് അച്ഛനും പെങ്ങൾക്ക് ഭാര്യക്കുള്ള സാധനങ്ങൾ നമ്മൾ ആൺകുട്ടികൾ പോകും. ഇപ്പൊ പെൺകുട്ടികളും ഇക്കാലത്ത് പോകുന്നുണ്ടില്ല എന്നല്ല. പക്ഷെ ഒരു ഗ്രഹനാഥൻ ഇല്ലാത്ത വീട്ടില് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റിന്റെ കാര്യമാണ്. അതിപ്പോ എന്തിതായാലും ആ ചേച്ചി, ഞാൻ പേഴ്സണൽ പറയണെങ്കിൽ ചേച്ചി വേറെ ഒറ്റതുമില്ല, ഒരു മോശമായിട്ടുള്ള പേരോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാ ആക്ടേഴ്സും ചെയ്യണ പോലെ ആ ചേച്ചിക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ആക്ടിങ് രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ആ ചേച്ചി സുജേട്ടന്റെ ഫെയിമിൽ വരുന്നാരം കൊണ്ട് ആ ചേച്ചിനെ ഫസ്റ്റ് തന്നെ എല്ലാവരും അറിഞ്ഞു. നമുക്ക് എപ്പോഴും ക്ലച്ച് പിടിക്കാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ എന്ത് സാധനം ചെയ്താലും. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓടുന്നിടം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ പലതവണ ഷൂട്ടിന് പോകുന്ന സമയത്ത് മകൻ വിളിക്കാറുണ്ട്, പൈസ വേണം ചേച്ചി, ചെറിയ പൈസ ഉണ്ടെങ്കിൽ പറയും എടാ ഫണ്ട് ഞാൻ അയച്ചുതരാം. ഓൺ ദ സ്പോട്ടിൽ അയച്ചു കൊടുക്കാറുണ്ട്. വീട്ടിലേക്ക് അച്ഛൻ വിളിക്കും, ഇന്ന പോലെ വീട്ടിലേക്ക് നൃത്തപ്പന് വേണ്ടിയിട്ട് മിഠായി മേടിക്കണം പറയും, ചേച്ചി പറയും അയച്ചു കൊടുക്കും. ഇതൊക്കെ ഒരാളുടെ അടുത്ത് ഒരു കുടുംബത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ആ ആള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരൊറ്റ ആളും വന്നിട്ട് മോളെ 10 രൂപ നിന്റെ കയ്യിൽ കൊടുക്കുന്നു പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരാൾക്കാർക്ക് ലിമിറ്റ് ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മുടെ മനുഷ്യന്മാർക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോ ചേച്ചി ഇങ്ങനെ ഓടിയില്ല എന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ആക്സിഡന്റ് ആയിട്ട് പിറ്റേ ദിവസം മൂപ്പര് വീണ്ടും ഷൂട്ടിന് പോയേക്ക്. ആ കുട്ടി പിന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ ഇരിക്കണം.